എല്ലാവർക്കും നമസ്കാരം. എക്കണോമിക്സ് സബ്ജക്റ്റിൻ്റെ ചില ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ചില കൺസെപ്റ്റുകളുമാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പങ്കെടുക്കുന്ന എല്ലാവർക്കും, പ്രത്യേകിച്ച് നെറ്റ്, സെറ്റ് പോലുള്ള എക്സാമിനേഷൻസിന് പങ്കെടുക്കുന്നവർക്കും എക്കണോമിക്സ് വൈവേയിൽ പങ്കെടുക്കുന്നവർക്കും തീർച്ചയായും ഉപകാരപ്പെടുന്ന വിധമുള്ള കൺസെപ്റ്റുകളും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ചില കൺസെപ്റ്റ്സുകളിലേക്ക് ആദ്യം കിടക്കാം. ആദ്യം നമുക്ക് മൈക്രോ എക്കണോമിക്സിലെ ചില കൺസെപ്റ്റുകൾ നോക്കാം. എന്താണ് മൈക്രോ എക്കണോമിക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എക്കണോമിക്സിലെ സ്മോൾ യൂണിറ്റ്, അതായത് എക്കോണമിയുടെ ഏറ്റവും സ്മോൾ പോർഷൻസ് നെക്കുറിച്ച് വിശദീകരിക്കുന്ന എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മൈക്രോ ഇക്കണോമിക്സ്. ദ വേർഡ് മൈക്രോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക് വേർഡ് മൈക്രോസ്, MIKROS, മൈക്രോസ്. വാട്ട് ഈസ് ദ മീനിങ്? ദാറ്റ് ഈസ് മീനിങ് ദ സ്മോൾ, അതായത് ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. എക്കോണമിയിലെ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, ഒരു പ്രൊഡ്യൂസർ, ഫേമിനെ മാത്രം സംബന്ധിച്ച് പറയുന്ന യൂണിറ്റിനെയാണ് നമ്മൾ മൈക്രോസ്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്ന എക്കണോമിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് മൈക്രോ ഇക്കണോമിക്സ്. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വാട്ട് ഈസ് ദ ബ്രാഞ്ച്? ദാറ്റ് ഈസ് മൈക്രോ എക്കണോമിക്സ്. വാട്ട് ഈസ് ദ മൈക്രോ? ഇറ്റ് ഈസ് സിമിലർ ഗ്രീക്ക് വേർഡ് ഡിറൈവ്ഡ് ഫ്രം മാക്രോസ്, MAKROS, macros. What meaning? Large. That is the economy as a whole. ഒരു എക്കോണമിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് നമ്മൾ മാക്രോ എക്കോണമി, അഗ്രഗേറ്റ് ആസ് എ ഹോൾ, ഒരു കംപ്ലീറ്റ് ആയിട്ട് അത് സ്മോൾ പോർഷൻസിനെല്ലാം കൂടി കൂട്ടിയിട്ട് ലാർജ് ഇക്കോണമിക്ക് യൂണിറ്റ്സിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മളത് മാക്രോ ഇക്കണോമിക്സിൽ പെടും. അതായത് പേഴ്സണൽ ഇൻകം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ഇൻകം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളത് മൈക്രോ എക്കണോമിക്സിലാണ്. എന്നാൽ നാഷണൽ ഇൻകം എല്ലാം വരുമ്പോഴത്തേക്കും അത് മാക്രോ എക്കണോമിക്സിലാണ് വരുന്നത്. ഇതാണ് മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. ഏതൊക്കെയാണ് നമ്മുടെ 4 ഫാക്ടേഴ്സ്? എല്ലാ ഇക്കോണമിയിലും പ്രൊഡക്ഷൻ നടത്തണമെങ്കിൽ ഈ ഫാക്ടേഴ്സ് അത്യാവശ്യമാണ്. ഈ 4 ഫാക്ടേഴ്സ് വളരെ അത്യാവശ്യമാണ് എല്ലാ പ്രൊഡക്ഷനും നടത്തണമെങ്കിൽ. ഏതൊക്കെയാണ് ഫാക്ടേഴ്സ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓൺട്രപ്രീനർ, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ എന്നെല്ലാം നമ്മൾ പറയും. നമ്മൾ ചെറിയ ക്ലാസ്സിലെല്ലാം അത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ബട്ട് വാട്ട് ഈസ് ലാൻഡ്? വൈവേലെല്ലാം നമുക്ക് ചോദിക്കാവുന്നതാണ്. വാട്ട് ഈസ് ലാൻഡ് ആൻഡ് വാട്ട് ഈസ് ലേബർ, വാട്ട് ഈസ് ക്യാപിറ്റൽ ആൻഡ് വാട്ട് ഈസ് ഓൺട്രപ്രീനർ? അപ്പോൾ നമുക്ക് കൃത്യമായൊരു ഡെഫിനിഷൻസൊക്കെ അതിന് വളരെ ആവശ്യമാണ്. അപ്പോൾ വാട്ട് ഈസ് ലാൻഡ്? ഭൂമി. നമ്മൾക്ക് മലയാളത്തിൽ പറയുമ്പോൾ വാട്ട് ഈസ് ലാൻഡ്? ഒരു ഏരിയ അല്ലെങ്കിൽ ഭൂമി. എന്താണ് അതിന് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ലാൻഡ് റെഫേഴ്സ് ടു ദ ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഓർ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ. അതായത് നമുക്ക് നേച്ചറിൽ നമുക്ക് പ്രൊഡക്ഷൻ, നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നമുക്ക് നേച്ചറിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തിനേയും, നമ്മുടെ പ്രകൃതിയിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തിനേയും നമുക്ക് എന്തെന്ന് പറയാം, ലാൻഡിൽ ഉൾപ്പെടുത്താം. The materials and the forces which nature gives freely for the man's aid in land, water, air and light and heat. അങ്ങനെ നമ്മുടെ വ്യക്തികൾക്ക് ദൈനംദിന ആവശ്യങ്ങൾ നടത്തുന്നതിനും അവരുടെ ജീവിതങ്ങൾക്ക് ആവശ്യങ്ങൾക്കും പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന എന്ത് സാധനങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുള്ള ആ ഏരിയ ലാൻഡ് എന്ന് പറയാം. അല്ലാണ്ട് ഒരു ഏരിയനെ മാത്രമായിട്ട് നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ ഭൂമിനെ മാത്രമല്ല, ആ ഭൂമിയിൽ അവൈലബിൾ ആകുന്ന എന്തിനേയും, വാട്ടർ ആകാം, എയർ ആവാം, അങ്ങനെ ചൂടാവാം, നമുക്ക് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എന്തും ഉൾക്കൊള്ളുന്ന നേച്ചറിൽ നിന്ന് ഫ്രീ ഗിഫ്റ്റ് ഓഫ് നേച്ചർ, അതിനെയാണ് നമ്മൾ ലാൻഡ് എന്ന് പറയുന്നത്. ഒന്നും കൂടി പറയാം. ലാൻഡ് റെഫേഴ്സ് ടു ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഓർ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ എന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം. ലാൻഡ് റെഫേഴ്സ് ടു ഓൾ നാച്ചുറൽ റിസോഴ്സസ് ഓർ ഗിഫ്റ്റ്സ് ഓഫ് നേച്ചർ. സാറ്റിസ്ഫൈ? ദെൻ വാട്ട് ഈസ് ലേബർ? നമ്മൾ ലേബർ, പലതരത്തിലുള്ള ലേബറിനെ കുറിച്ചാണ്. ഫിസിക്കൽ ലേബർ, മെൻ്റൽ ലേബർ, അങ്ങനെ ഒരുപാട് ലേബേഴ്സ് ഉണ്ട്. എന്താണ് ഈ ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുമോ? നമുക്ക് നോക്കാം. ലേബർ മീൻസ് ഓൾ ഹ്യൂമൻ എഫേർട്സ്, ബോഡി ഓർ ഓഫ് മൈൻഡ്, ദാറ്റ് ഈസ് അണ്ടർടേക്കൺ നോട്ട് ഫോർ പ്ലഷർ ബട്ട് ഫോർ സെക്യൂറിങ് ഇൻകം ഓർ റിവാർഡ്. എന്താണ് ലേബർ മീൻസ്? നമ്മളുടെ ഹ്യൂമൻ എഫേർട്സ്, നമ്മളിലുള്ള അധ്വാനം എങ്ങനെയാവും? അത് ഫിസിക്കൽ, കായിക അധ്വാനമാകാം, നമ്മുടെ ബുദ്ധിപരമായ അധ്വാനങ്ങളാവാം. ഇത്തരത്തിലുള്ള അധ്വാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് മാത്രമല്ല, നമുക്കൊരു റിവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്
നമ്മുടെ അധ്വാനങ്ങൾ കായികപരവുമായ ബുദ്ധിപരവുമായ നമ്മുടെ കഴിവിനെ നമ്മൾ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ലേബറല്ല. നമ്മുടെ കഴിവിനെ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹായത്തിനും അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു റിവാർഡ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ കഴിവിനെ കായികപരമായിട്ടോ അല്ലെങ്കിൽ ബുദ്ധിപരമായിട്ടോ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് വാട്ട് ഈസ് ലേബർ. ലേബർ മീൻസ് all human efforts of body. Labor means all human efforts of body or of mind that is undertaken not for his own benefit but for securing reward, but for not only for its own interest, his own satisfaction, but for securing reward. അപ്പോൾ in simple way, labor means the all human efforts undertaken either physical or mental, not for his own satisfaction but for securing reward. This is labor. And then what is capital? We all get many types of capital: physical capital, social capital, etc. What is capital? Capital denotes the stock of goods and services available for production, used in productions. അതായത് നമുക്ക് മെഷീനറി ഫാക്ടറീസൊക്കെ ഇതെല്ലാം ക്യാപിറ്റൽ ഉൾപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റലുകളൊക്കെ എല്ലാം ഉണ്ട്. ഇതെല്ലാം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഉപയോഗമില്ല. പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ചു. ഇപ്പോൾ ഫിനാൻസ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഒരു ഫാക്ടറിയിലേക്ക് ഇൻവെസ്റ്റ് നടത്തുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊഡക്ഷനിലേക്ക് ഇൻവെസ്റ്റ് നടത്തുന്നു. അപ്പോൾ കുറേ പേർക്ക് തൊഴിൽ ലഭിക്കുന്നു. അപ്പോൾ ആ ഫിനാൻസ് നമ്മൾ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഉപയോഗിക്കുമ്പോൾ അതൊരു ക്യാപിറ്റലായി മാറുന്നു. അല്ലെങ്കിൽ ഒരു കെട്ടിടം ചുമ്മാ കിടന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും പ്രയോജനം. പക്ഷേ ആ കെട്ടിടത്തിൽ നമ്മളൊരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുന്നു. ഈ ഫിനാൻസൊക്കെ ഉപയോഗിച്ച് നമ്മൾ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫാക്ടറി ആയിട്ട് ആരംഭിക്കുന്നു. ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിക്കുമ്പോൾ ദാറ്റ് ബിക്കംസ് ക്യാപിറ്റൽ. ദെൻ വാട്ട് ഈസ് ഓൺട്രപ്രീനർ? ഇനി ഇപ്പോൾ ലാൻഡ് ഉണ്ട്, ലേബർ ഉണ്ട്, ക്യാപിറ്റൽ ഉണ്ട്. ഇവയെല്ലാം ഓർഗനൈസ് ചെയ്യാനായിട്ട് ഒരാൾ വേണം. ഇതിനെല്ലാം ഒരുമിച്ച് കൂട്ടി നമുക്ക് എക്കോണമിക്ക് ഉപകാരപ്രദമാകും വിധം ഒരുമിച്ച് കൂട്ടാനായിട്ട് ഒരാൾ വേണം. അയാളെയാണ് നമ്മൾ ഓൺട്രപ്രീനർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഡെഫിനിഷൻ പറഞ്ഞില്ല അല്ലേ? ക്യാപിറ്റൽ ഡെഫിനിഷൻ പറയാം. ക്യാപിറ്റൽ ഡിനോട്ട്സ് ദ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻസ്. ക്യാപിറ്റൽ ഡിനോട്ട്സ് ദ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് വിച്ച് ആർ യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ. എന്താണ്? ക്യാപിറ്റൽ ഡിനോട്ട്സ് the stock of goods which are used in productions. And then what is entrepreneur? Entrepreneur പറഞ്ഞാൽ ഓവറോൾ ആക്ടിവിറ്റീസ് ഓഫ് എക്കോണമി കൺട്രോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നമ്മളെവിടെ പറഞ്ഞു കഴിഞ്ഞു. What is an entrepreneur is one who brings the factors of production together for further production. He can take all economic decisions also. He can take ഓൾ ഇക്കണോമിക് ഡിസിഷൻസ്. അതായത് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഒരുമിച്ച് കൊണ്ടുവന്ന് എക്കോണമിയിൽ ഡിസിഷൻ എടുക്കാനുള്ള ആ വ്യക്തിനെയാണ് അല്ലെങ്കിൽ അവരെയാണ് നമ്മൾ ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ്? ആൻ ഓൺട്രപ്രീനർ ഈസ് വൺ ഹു ബ്രിങ്സ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടുഗദർ. ആൻ ഓൺട്രപ്രീനർ ഈസ് വൺ ഹു ബ്രിങ്സ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ടുഗദർ ഫോർ എന്തിനു വേണ്ടിയിട്ട്? ഫോർ അനദർ പ്രൊഡക്ഷൻ. ആൻഡ് ഹി ക്യാൻ ടേക്ക് ഓൾ ഇക്കണോമിക് ഡിസിഷൻസ് ഓൾസോ. ആൻഡ് ഹി ക്യാൻ ടേക്ക് ഓൾ ഇക്കണോമിക് ഡിസിഷൻസ് ഓൾസോ. അപ്പോൾ നമ്മൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ 4 ഉണ്ടെന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഏതൊക്കെയാണ്? ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻസ്. ദെൻ വാട്ട് ഈസ് പ്രൊഡക്ഷൻ? നമ്മൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം പറഞ്ഞു. എന്താണ് ഈ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു? ഇവരുടെ ഉൽപ്പാദനം. നമുക്കതിന് കൃത്യമായിട്ട് ഡെഫിനിഷനൊക്കെ വേണ്ടേ? എന്താണ് പ്രൊഡക്ഷൻ? പ്രൊഡക്ഷൻ മീൻസ് ക്രിയേഷൻ ഓഫ് വേരിയസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ എക്കണോമിക് യൂട്ടിലിറ്റീസ് ബൈ യൂസിങ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ എക്കണോമിക് യൂട്ടിലിറ്റീസ് ബൈ യൂസിങ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻസ്. അതായത് നമ്മൾ ഗുഡ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രമല്ല പ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നത്. നമ്മളൊരു സർവീസസ്, ഡോക്ടറുടെ സർവീസ് അല്ലെങ്കിൽ ടീച്ചറുടെ സർവീസ്, ലോയറുടെ സർവീസ്, അങ്ങനെ എല്ലാം നമുക്ക് എന്താണ്? പ്രൊഡക്ഷന് വരുന്നതാണ്. അതുപോലെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുന്ന എല്ലാ യൂട്ടിലിറ്റീസും എല്ലാം പ്രൊഡക്ഷൻ ഏരിയയിൽ വരുന്നതാണ്. അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഗുഡ്സിനെ മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതല്ല. ഗുഡ്സ് അതാണ് പറയുന്നത്. പ്രൊഡക്ഷൻ മീൻസ് the production എന്താണ്? ക്രിയേഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓർ എക്കണോമിക് യൂട്ടിലിറ്റീസ് ബൈ യൂസിങ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ.
ഇനി നമുക്ക് കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. എക്കണോമിക്സിൻ്റെ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിന് പങ്കെടുക്കുന്ന ഏവർക്കും ഈ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് വളരെ ഉപകാരപ്രദമായിരിക്കും. നാഷണൽ ഇൻകത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. വാട്ട് ഈസ് നാഷണൽ ഇൻകം? നാഷണൽ ഇൻകം ഓർഡിനറിലി മീൻസ് എന്താണ്? ജസ്റ്റ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് ഞാൻ പറയാം. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. സെക്കൻഡ് ഓപ്ഷൻ നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. തേർഡ് വൺ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ആൻഡ് ഡി നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ നാഷണൽ ഇൻകം ഇതിലേതാണ്? നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ എന്താണ്? ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസസ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് മാർക്കറ്റ് പ്രൈസസ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ് ആൻഡ് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ എന്താണ് നാഷണൽ ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നെറ്റ് നാഷണൽ പ്രോഡക്റ്റ് അറ്റ് ഫാക്ടർ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ആൻഡ് നെറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? The difference between gross domestic product and net domestic product. Option A, transfer payments. Option B, depreciation cost. Option C, indirect taxes. And option D, subsidies. And option D എന്ന് പറയുന്നത് സബ്സിഡീസ്. ഇതിലേതാണ് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും നെറ്റ് നാഷണൽ പ്രോഡക്റ്റും തമ്മിലുള്ള ഡിഫറൻസ്? ഇറ്റ് ഈസ് ഡിപ്രീസിയേഷൻ. ഗ്രോസിൽ നിന്നും നെറ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഡിപ്രീസിയേഷൻ കിട്ടും. Then gross national product and gross domestic product of an economy would tend to be equal if gross national product gross domestic product എപ്പോഴാണ് ഈക്വൽ ആകുന്നത്? ഇഫ് നോക്കൂ, ഫസ്റ്റ് ഓപ്ഷൻ വായിക്കാം. The total receipts of an exports are more than total payments on account of imports. അതായത് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്. ആൻഡ് ദെൻ ഓപ്ഷൻ ബി, ടോട്ടൽ റിസീപ്റ്റ്സ് ഓഫ് ആൻ എക്സ്പോർട്ട് ആർ ലെസ് ദാൻ ടോട്ടൽ പേയ്മെൻറ്റ്സ് ഓൺ അക്കൗണ്ട് ഓഫ് ദി ഇമ്പോർട്ട്സ്. ദാറ്റ് ഈസ് എക്സ്പോർട്ട് പേയ്മെൻറ്റ്സ് ഈസ് ലെസ് ദാൻ ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ്. ആൻഡ് ദെൻ ഓപ്ഷൻ സി, എക്സ്പോർട്ട് പേയ്മെൻറ്റ്സ് ഈസ് ഈക്വൽ ടു ദി എക്സ്പോർട്ട് റിസീപ്റ്റ്സ് ഈസ് ഈക്വൽ ടു ദി ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ്. ആൻഡ് ദെൻ ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. അതായത് ഓപ്ഷൻ എയിൽ പറയുന്നത് എക്സ്പോർട്ട് റിസീപ്റ്റ്സ് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് എക്സ്പോർട്ട് റിസീപ്റ്റ്സ് ഈസ് ലെസ് ദാൻ ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ്. ആൻഡ് ഓപ്ഷൻ സിയിൽ പറയുന്നത് എക്സ്പോർട്ട് റിസീപ്റ്റ്സ് ഈസ് ഈക്വൽ ടു ദി ഇമ്പോർട്ട് പേയ്മെൻറ്റ്സ്. അപ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റും ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈക്വൽ ആവുന്നത് എപ്പോഴായിരിക്കും? ഓപ്ഷൻ സി ആണ് ആൻസർ. അതായത് എക്സ്പോർട്ട് റിസീപ്റ്റ്സും ഇമ്പോർട്ട് പേയ്മെൻറ്റ്സും ഈക്വൽ ആകുന്ന കണ്ടീഷനിൽ. ഓക്കെ. ആൻഡ് ദെൻ വാട്ട് ഈസ് ഫാക്ടർ കോസ്റ്റ്? നമ്മൾ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പുതിയ ട്രെൻഡ് അനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് നേരത്തെ തന്നെ നെറ്റിലൊക്കെ മാച്ച് ചെയ്ത ഫോളോയിങ്ങും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിലെ ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. വാട്ട് ഈസ് ഫാക്ടർ കോസ്റ്റ്? നമുക്ക് ഇപ്പോൾ കോളം എയിലും ഫാക്ടർ കോസ്റ്റ് തന്നിട്ടുണ്ട്. മാർക്കറ്റ് പ്രൈസ്, ദെൻ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ആൻഡ് ദെൻ ടോട്ടൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ. ഇതെല്ലാമാണ് കോളം എയിൽ തന്നേക്കുന്നത്. അപ്പോൾ കോളം ബിയിൽ അതിൻ്റെ എല്ലാം ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അത് കൃത്യമായിട്ട് മാച്ച് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ടാണ്. അപ്പോൾ ഞാൻ കോളം എയിലെ ഫസ്റ്റ് വൺ ഏതാണ്? ഫാക്ടർ കോസ്റ്റ്. അപ്പോൾ കോളം എയിൽ ഫാക്ടർ കോസ്റ്റ് ഡെഫിനിഷൻ കോളം ബിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആപ്റ്റായ ഫാക്ടർ ഓപ്ഷൻ ഞാൻ ഇവിടെ പറയുകയാണ്. ദാറ്റ് ഈസ് എന്താണ്? കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് പേയ്മെൻറ്റ്സ് ടു ദ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻസ്. അതായത് ഫാക്ടർ, നമുക്ക് ഫാക്ടർ കോസ്റ്റ് എന്ന് തന്നെ പറയാം. ഫാക്ടർ ഓഫ് പ്രൊഡക്ഷന് ആവശ്യമാകുന്ന കോസ്റ്റിനെയാണ് അതിന് പറയുന്നത്. ദെൻ മാർക്കറ്റ് സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് വൺ കിടക്കുന്നത് മാർക്കറ്റ് പ്രൈസസ്. എന്താണ് മാർക്കറ്റ് പ്രൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻ ടേംസ് ഓഫ് പ്രൈസസ് പെയ്ഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. എന്താണ്? ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻ ടേംസ് ഓഫ് പെയ്ഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഗുഡ്സ് ആൻഡ് സർവീസസിന് പെയ്ഡ് ചെയ്യുന്നതിനുള്ള ആക്ച്വൽ എക്സ്പെൻഡിച്ചറാണ് എന്തിൽ വരുന്നത്? മാർക്കറ്റ് പ്രൈസസിൽ വരുന്നത്. ദെൻ വാട്ട് ഈസ് മൂന്നാമത്തത്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. What is gross domestic product? The total output and goods and services produced within the country. The total output of goods and services produced within the country. Then what is gross
നാഷണൽ പ്രോഡക്റ്റ് ദാറ്റ് ഈസ് ടോട്ടൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഓൾ ഓഫ് ദി കൺട്രി. അതായത് നെറ്റ് ഫാക്ടറി ഇൻകവും എല്ലാം കൂടി കൂടിക്കൂട്ടി ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് എന്ന കൺട്രി. അതായത് നമ്മൾ പുറത്തുനിന്നുള്ള ഇൻകം കൂടി അവിടെ കൺസിഡർ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് ഓപ്ഷന് കിടക്കുന്നത് ടോട്ടൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ. ടോട്ടൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ അതെന്താണ്? ടോട്ടൽ സ്പെൻഡിങ് ഓൺ ഹോം ഓൺ ഫോറിൻ ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ടോട്ടൽ നമുക്ക് ഇവിടെ ഡൊമസ്റ്റിക്കിൽ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ആവശ്യമായുള്ള എക്സ്പെൻഡിച്ചറിനെയാണ്. അതാണ് ടോട്ടൽ സ്പെൻഡിങ് ഓൺ ഹോം ആൻഡ് ഫോറിൻ ഗുഡ്സ്. അതായത് ഫോറിൻ ഗുഡ്സ് പുറത്തേക്ക് അയക്കാനായിട്ട് നമ്മുടെ ഇവിടെ ചിലവായതിൻ്റെ തുകേനെയാണ് നമ്മൾ ടോട്ടൽ ഡൊമസ്റ്റിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്കിതിൽ കൂടുതൽ കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഒരു ടോപ്പിക്കും നമുക്ക് ഡിസ്കസ് ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളിത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുകളും കൂടുതൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും നമുക്ക് പുതിയ പാറ്റേണിലുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാം. കൂടാതെ വൈവയ്ക്ക് പ്രയോജനകരമായ കുറച്ച് ഡെഫിനിഷൻസുകളും ഇൻക്ലൂഡിങ് ടോപ്പിക് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് +2 ലെവലിലുള്ള എല്ലാവർക്കും പെട്ടെന്ന് റെഫർ ചെയ്യാനായിട്ട് തീർച്ചയായും സാധിക്കുന്നതാണ്. താങ്ക് യു.